ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ വീണ്ടും ഒരു മാറ്റം വന്നിരിക്കുകയാണ്. യാഷ് KGF യാഷ്, റോക്കിംഗ് സ്റ്റാർ യാഷ് 4 വർഷത്തിന് ശേഷം വരുന്ന പുതിയ കന്നഡ ചിത്രമായിരുന്നു ടോക്സിക്. മലയാളിയായ ഗീതു മോഹൻദാസ് ആണ് സംവിധാനം ചെയ്യുന്നത്. സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങളിലായി കൂടുതലും സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഹ്യൂമ ഖുറേഷി, നയൻതാര, രുക്മിണി വസന്ത്, കിയാര അദ്വാനി, അങ്ങനെ പിന്നെയും നായികമാർ ഒരുപാടുണ്ട്. ആൻഡ് ഈ സിനിമയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത് കേവിൻ പ്രൊഡക്ഷൻസ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ജനനായകന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ് കേവിൻ പ്രൊഡക്ഷൻസ്. അപ്പോൾ ഉള്ളത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്കൊരു കലികാലം സമയം തന്നെയാണ്. യാഷിന്റെ ടോക്സിക് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത്. റീസൺ ഉണ്ട്. അതായത് മാർച്ച് 19, 2026 ടോക്സിക് റിലീസ് ചെയ്യാൻ ആദ്യം അവർ ഉദ്ദേശിച്ചത്. ബട്ട് അന്ന് അറ്റ് ദ സെയിം ഡേ തന്നെ 3-4 ചിത്രങ്ങളുണ്ട്. ഹിന്ദിയിൽ നിന്ന് ദുരന്തർ തന്നെ മാർച്ച് 19 വരുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ആട് 3 മാർച്ച് 19 വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴിൽ നിന്ന് LIK ലവ് ഇൻഷുറൻസ് കമ്പനി പ്രദീപ് രംഗനാഥന്റെ ആ ഒരു ഫിലിമും 19 വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു 4 പടത്തോളം വരും ആ തീയതി. ബട്ട് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടല്ല വരുന്നു എന്നാണ് പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്ന് അവർ പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് അവർ ഒഫീഷ്യലി അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സിനിമ മാറ്റിയെന്ന്. അവർ പറയുന്നത് പല കാരണങ്ങളുണ്ട്. ബട്ട് എന്നിരുന്നാലും പുറത്തുള്ളവരൊക്കെ വേറെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ അവർ പറഞ്ഞ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ നടക്കുവാണല്ലോ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് GCCയിലൊക്കെ സിനിമ റിലീസ് ചെയ്യുവാണെങ്കിൽ കളക്ഷനെ ബാധിക്കും, അത് ഓഡിയൻസ് കാണുന്നത് ബാധിക്കും. കാരണം കന്നഡയും പിന്നെ ഇംഗ്ലീഷ് ഭാഷയിലും സിനിമ റിലീസ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഓഡിയൻസിനെ കണക്ട് ചെയ്യാനുള്ള രീതിക്ക്, നല്ല രീതിക്ക് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കുകയാണല്ലോ, ഈ ഒരു സിറ്റുവേഷനിൽ പടം അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും പടം റിലീസ് ചെയ്യുക എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ടായ ഒരു ടാസ്ക്കായിട്ട് മാറിയിരിക്കുകയാണ്. എന്നിരിക്കെ ഈ ഒരു സിനിമ ഈ ഒരു സമയത്ത് റിലീസ് ചെയ്താൽ അത് തീർച്ചയായിട്ടും അവിടെ ഓടില്ല, അവിടെ കാണാൻ ആളുമില്ലായിരിക്കും. അത് പടത്തിന് കളക്ഷനെയും ബാധിക്കും. എല്ലാത്തിലുപരി ആ പടം കൺവിൻസ് ചെയ്യാനുള്ള, ആ പടം കണക്ട് ചെയ്യാനുള്ള, ആ പടം കാണാനുള്ള ആൾക്കാരുടെ ആ ഒരു അളവ് കോലും കുറയ്ക്കുമെന്നുള്ള രീതിക്കാണ് അവർ ഈ തീരുമാനം എടുത്തിട്ടുള്ളതെന്നാണ് കേവിൻ പ്രൊഡക്ഷൻസ് പറയുന്നത്. അതായത് ബട്ട് പിന്നെയും ഒരു കേസുണ്ട്. GCCയിൽ ഇതൊരു A സർട്ടിഫിക്കറ്റ് പടമാണ്. അപ്പം GCCയിൽ A സർട്ടിഫിക്കറ്റ് പടമെല്ലാം റിലീസ് ചെയ്യില്ല എന്നുള്ളൊരു ടോക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു A സർട്ടിഫിക്കറ്റ് പടം മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ ഇറക്കാൻ കഴിയാത്തത് കൊണ്ടാണ് റിലീസ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു ക്ലിയർ ഇല്ലായ്മ ഉണ്ട്. കാരണം വേറെ വല്ല ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സിനിമ മാറ്റി വയ്ക്കുന്നതെന്ന്. അതായത് ഇപ്പം ദുരന്തറും ടോക്സിക്കുമായിട്ട് ക്ലാഷ് വരുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ തിയേറ്റർ ഡിസ്ട്രിബ്യൂഷനും തിയേറ്റേഴ്സ് കൗണ്ടും കാര്യങ്ങളൊക്കെ പാതിയിലൊക്കെ പോയി കാണും. എന്നാൽ ഈ യാഷിന്റെ പടമാകുമ്പോൾ അത്രയ്ക്കുള്ള ക്ലാഷ് എന്താ പറയുക, തിയേറ്റർ ഡിസ്ട്രിബ്യൂഷനും തിയേറ്റർ കാര്യങ്ങളും ഒക്കെ വന്നിരുന്നാലും പക്ഷെ എന്തുകൊണ്ടാണ് അവർ മാറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അവർ റീസൺ പറയുന്നത്. ഇപ്പോൾ യുദ്ധസമാനമായ കാര്യങ്ങളൊക്കെ നടക്കുവാണല്ലോ, അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ GCCയിലൊക്കെ ഇങ്ങനെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അത് ബാധിക്കുമ്പോൾ കളക്ഷനെയും ബാധിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം കേവിൻ പ്രൊഡക്ഷൻസും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ചെയ്യാതെ അത് പതിയെ ഒന്ന് ചവിട്ടുന്നത്. കാരണം ഈ ടോക്സിക്കും ഒരു 400-450 കോടി രൂപ മുതൽ മുടക്കിൽ വരുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിനും നല്ലത് ഹൈ ബഡ്ജറ്റ് പടമാണ്. അപ്പോൾ ഇതും റിലീസ് ചെയ്യാതിരിക്കുമ്പോൾ കേവിൻ പ്രൊഡക്ഷൻസിന്റെ ഒരു അവസ്ഥ നോക്കണേ. ജനുവരി 9 500-600 കോടിയോളം മുതൽ മുടക്കിൽ വരുന്ന ദളപതി വിജയ് നായകനായ ജനനായകൻ റിലീസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ മാർച്ച് 19 അതുപോലെ തന്നെ യാഷ് നായകനായെത്തുന്ന ടോക്സിക് ഒരു 400-450 കോടിയോളം ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ടോക്സിക് റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. മൊത്തത്തിൽ ഈ 2 സിനിമയിലും തന്നെ ഒരു 1000-1100 കോടിയോളം ബഡ്ജറ്റ് വരുന്ന ഒരു സ്കെയിലുള്ള 2 സിനിമകളുമായിട്ടാണ് കേവിൻ പ്രൊഡക്ഷൻസ് വരുന്നത്. ആ 2 സിനിമയും ഇതുവരെയും റിലീസായിട്ടില്ല, ഒന്നും നേടിയിട്ടില്ല എന്നുള്ളത് കേവിൻ പ്രൊഡക്ഷൻസിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഒരു 1000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ലെന്ന് പറയുമ്പോൾ സത്യമായിട്ട് ആ ഒരു പ്രൊഡ്യൂസറിന്റെ ആ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അവര് എന്നിട്ടൊരു ഒഫീഷ്യൽ ന്യൂ റിലീസ് ഡേറ്റും കൂടെ അവര് അനൗൺസ് ചെയ്യുന്നുണ്ട്. ജൂൺ 4 റിലീസ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് മാർച്ച് 19, ജൂൺ 4 ആകുമ്പോൾ കുറച്ച് നല്ല ഡിലേ, ഒരു 3 മാസത്തോളം വരുന്നുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ ഒരു 3 മാസത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ജൂൺ 4 അവര്
ടോക്സിക് വീണ്ടും ന്യൂ റിലീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ആണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. യാഷ് പേടിച്ചു, അല്ലെങ്കിൽ ദുരന്തരമായിട്ട് ക്ലാഷ് വരാൻ വേണ്ടി നോക്കുന്നില്ല, എന്തുകൊണ്ട് വെറുതെ മാറ്റി എന്നൊക്കെ. കാരണം ഇത്രയും നാൾ വെച്ചിരുന്ന് ടീസറും കാര്യങ്ങളൊക്കെ ഇറക്കി പിന്നെ സമയത്തിന് വന്ന് അതിപ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്യൂകളും അവരുടേതായ കാര്യങ്ങളും അവരുടേതായ സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ ഉണ്ടായിരിക്കാം. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ട്രോളുകൾ അവിടെ തന്നെ ഉണ്ടാവും, അതിൽ സംശയങ്ങളൊന്നും വേണ്ട. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തിരുന്നാലും കെവിൻ പ്രൊഡക്ഷൻസ് ഇപ്പോൾ ഒരു സമയം എന്ന് പറയുന്ന ഒരു കലികാലമാണ്. കാരണം 1100 കോടിയോളം വരുന്ന 2 സിനിമകളാണ് ഇപ്പോൾ പെട്ടിയിലുള്ളത്. ഇതുവരെ സിനിമ റിലീസ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല, സിനിമയുമായിട്ടുള്ള കളക്ഷൻസ് നേടാൻ കഴിഞ്ഞിട്ടില്ല, ബ്രേക്ക് ഈവൻ നടന്നിട്ടില്ല. കാരണം സിനിമ റിലീസ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് കളക്ഷൻ നേടുക, ബ്രേക്ക് ഈവൻ നേടുക, റിവ്യൂസ് വരുത്തുക എന്നുള്ളത് സംശയം തന്നെയാണ്. ജനനായകന്റെ കേസ് വരുമ്പം ഇപ്പോൾ വീണ്ടും ഒരു ഏപ്രിൽ റിലീസ് വരും എന്നൊക്കെ പറയുന്നു. എന്തോ നടക്കുമെന്നൊന്നും തോന്നുന്നില്ല, ഹോപ്പൊന്നുമില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം സിനിമ റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജൂൺ കഴിഞ്ഞിട്ട്. അതിന് വരുമ്പോൾ വരട്ടെ എന്നുള്ള മട്ടിലാണ് ഫാൻസുകാരും എല്ലാവരും. കാരണം റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്ന ഒരു ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും സിനിമ സിറ്റുവേഷൻസ് പോകുന്നത്. പക്ഷേ ടോക്സിക്കും ജൂൺ 4 റിലീസ് ചെയ്യും. ഇനി അന്നും എന്തെങ്കിലും ഇഷ്യൂ അത് മാറുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കണ്ടു തന്നെ അറിയണം. മൊത്തം പറഞ്ഞ കെവിൻ പ്രൊഡക്ഷൻസിന്റെ സമയം ഒരു കലികാലം തന്നെയാണ്. അവർ മറ്റാരും പറഞ്ഞ പോലെ ഒഴിഞ്ഞിടുന്നത് നല്ലതായിരിക്കും. കാരണം 2 വലിയ നടന്മാരുടെ ഹൈ ബഡ്ജറ്റ് ചിത്രം കിട്ടിയപ്പോൾ എല്ലാവരും പ്രാഗി തള്ളി എന്നാണ് തോന്നുന്നത് കെവിൻ പ്രൊഡക്ഷൻസിന്. ജനുവരി 9 ജനനായകൻ റിലീസാവെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഫെബ് നായകനും ആയില്ല, മാർച്ച് നായകനും ആയില്ല, ഏപ്രിൽ നായകനും ആവില്ല. ഇനിയിപ്പം എന്താണെന്ന് അറിയില്ല. ആൻഡ് യാഷിന്റെ ഇപ്പം മാർച്ച് 19 ഇത് റിലീസായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇപ്പം അത് റിലീസില്ല. ഇനിയിപ്പം ജൂൺ 4 ഒഫീഷ്യൽ റിലീസ് അവർ പുതുതായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. കണ്ടു നോക്കാം ജൂൺ 4 വരുമോ എന്നുള്ളത്. ഇതിനകം തന്നെ ടോക്സിക്കിന്റെ ടീസറൊക്കെ റിലീസ് ചെയ്തു. പൊട്ടക്ക് ടീസർ അവരുടെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഹോളിവുഡ് പടം കണ്ടതുപോലെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സിനിമ വരട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. മൊത്തത്തിൽ കെവിൻ പ്രൊഡക്ഷൻസ് ആരെങ്കിലും കണ്ട് ഒഴിഞ്ഞിടുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഒരു കണ്ടശരി കറങ്ങുന്നുണ്ട്.